കോൺഗ്രസ് അവതരിപ്പിക്കുന്ന ക്രൗഡ് പുള്ളർ ദ മെഗാ ക്യാമ്പയിനർ ഷാഫി പറമ്പിൽ. എന്തുമാത്രം വലിയ പ്രവർത്തനങ്ങളാണ് ഷാഫി ഓരോ മണ്ഡലത്തിലും ചെന്ന് നടത്തിയത് എന്നുള്ളതാണ്. ഷാഫിക്ക് കാരണത്തടി കൊടുത്തിരിക്കുന്നു സാക്ഷാൽ രാജ്മോഹൻ ഉണ്ണിത്താൻ. എന്താ പറഞ്ഞത് ഇന്നലെ? ഏതെങ്കിലും എടുത്ത് വിജയം ഉറപ്പിക്കുന്നിടത്ത് മുഴുവനും പോകും, വിജയം ഡൗട്ട് ഉള്ളിടത്തൊന്നും പോകില്ല. ക്രെഡിറ്റ് എടുക്കാൻ സാധിക്കുന്നിടത്ത് മാത്രം പോയി ക്രെഡിറ്റ് എടുക്കുന്ന ഒരാളായി ഷാഫി മാറി എന്ന് പരോക്ഷമായല്ല, വരികൾക്കിടയിലൂടെയല്ല, തുറന്നടിച്ചങ്ങ് പറഞ്ഞു. ധർമ്മടത്തെ UDF സ്ഥാനാർത്ഥി അദ്ദേഹത്തിന്റെ വിഷമങ്ങൾ പറഞ്ഞപ്പോ എന്റെ ക്യാമ്പയിനിന് ഷാഫി പറമ്പിൽ പറഞ്ഞിരുന്ന ഡേറ്റ് പോലും എനിക്ക് തന്നിരുന്നു, സമയം പോലും തന്നിരുന്നു, അതിൽ നിന്ന് പിന്നോക്കം പോയി എന്ന് പറഞ്ഞതിനെ പിന്തുണച്ചുകൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു എന്നുള്ളതാണ്. ഇത്രമേൽ വലിയ പണിയെടുത്തു പ്രതിപക്ഷത്ത് ഇരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഷാഫി പറമ്പിലിന് കുറെ കാര്യങ്ങൾ ഇങ്ങനെ രാഹുൽ വിഷയത്തിലൊക്കെ ഒരു ഇമേജ് ഡാമേജ് ഉണ്ടായി എന്നുള്ളത് കൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ കണ്ടില്ല എന്നടിച്ചിട്ട് കാര്യമില്ല. ഷാഫി ഒരു ക്യാമ്പയിനർ ആയിരുന്നു. രാവും പകലുമില്ലാതെ ഷാഫി പറമ്പിൽ ഓടി നടന്നിട്ടുണ്ട് വലതുപക്ഷത്തെ വിജയിപ്പിക്കാനായി. അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ്, ക്ഷീണവും കാര്യങ്ങളും എല്ലാം മാറ്റിവെച്ച്. എന്നിട്ട് എന്താ ഒരു MP ആയ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്? ഇതാണ് കോൺഗ്രസ്. ഒരാള് പണിയെടുത്ത് കൃത്യമായി വരുമ്പോ ആത്മാർത്ഥമായാണ് ഇനി ചെയ്യുന്നതെങ്കിൽ പോലും അതെല്ലാം ക്രെഡിറ്റിന് വേണ്ടിയാണ്, എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പറയുന്ന വലതു രാഷ്ട്രീയമാണ് രാജ്മോഹൻ ഉണ്ണിത്താനും ഇപ്പോൾ ശ്രദ്ധിച്ചത് എന്ന് പറയേണ്ടി വരും. കാരണം അദ്ദേഹം പറഞ്ഞല്ലോ, കാസർഗോഡ് നിന്ന് 4 MLA-മാരുമായാണ് ഞാൻ സത്യപ്രതിജ്ഞയ്ക്ക് പോകാൻ പോകുന്നത് എന്ന്. ആ നാട്ടിൽ അദ്ദേഹത്തിന് കിട്ടിയ മാർക്കാണത്രേ ആ 4 സീറ്റുകൾ എന്നുള്ളത്. പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണന്റെ വിജയം പോലും അദ്ദേഹത്തിന്റെ ക്രെഡിറ്റായി അദ്ദേഹം ചേർത്ത് വെക്കുന്നു. ഇത് പറഞ്ഞ മനുഷ്യനാണ് ഷാഫിയെ കുത്തുന്നത് എന്നുള്ളതാണ്. കാസർഗോഡ് എത്ര പ്രാദേശിക നേതാക്കൾ രാവും പകലും ഒഴിവാക്കി പ്രവർത്തിച്ചിട്ടുണ്ട് UDF-നെ വിജയിപ്പിക്കാൻ. ഉദുമയിലെ കഴിഞ്ഞ വർഷത്തെ സ്ഥാനാർത്ഥിയായി ഇത്തവണ തൃക്കരിപ്പൂരിലൊക്കെ സ്ഥാനാർത്ഥിത്വം പറഞ്ഞിരുന്ന ബാലകൃഷ്ണൻ പെരി അടക്കമുള്ള കോൺഗ്രസിന്റെ യുവ നേതാക്കൾ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചതാണ് അവിടെയെല്ലാം. എന്നിട്ടും അതിനൊന്നും വകവെക്കാതെ മുഴുവൻ ക്രെഡിറ്റും അടിച്ചെടുത്ത രാജ്മോഹൻ ഉണ്ണിത്താൻ ഇരുട്ടി വെളുക്കും മുമ്പ് ഷാഫി എന്ന ക്യാമ്പയിനറിന്റെ മുകളിലേക്ക് ആക്രമണം നടത്തുന്നതാണ് രാഷ്ട്രീയ കേരളത്തിൽ കണ്ടത് എന്നുള്ളതാണ്. അതിനെ പ്രതിരോധിക്കാൻ ഒരൊറ്റ വലതു രാഷ്ട്രീയക്കാരനുമില്ല, ലീഗില്ല, കോൺഗ്രസിലെ ഒരാളില്ല, ഒരു ഘടക കക്ഷികളുമില്ല. ഷാഫിയുടെ അഡ്വാൻറ്റേജ് എടുത്ത് വിജയിച്ച സ്ഥാനാർത്ഥികൾ എത്ര? കൊടുങ്ങല്ലൂരാവട്ടെ, കൊച്ചിയാവട്ടെ, പാലക്കാടാവട്ടെ. പാലക്കാടൊക്കെ ഷാഫി വന്ന് നിന്ന് പറയുന്നത് ആളുകളുടെ പേരെടുത്തായിരുന്നു. ആളുകളുടെ പേരെടുത്ത് സ്റ്റേജിൽ നിന്ന് ജനങ്ങളെ നോക്കി സംസാരിച്ചിരുന്ന ഷാഫി പറമ്പിലിനെയാണ് ഒറ്റപ്പെടുത്തി തനിച്ചാക്കി ബെടക്കാക്കാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നത്. ആ ഷാഫിയെ MLA സ്ഥാനത്ത് നിന്ന് മാറ്റി MP ആയി മത്സരിപ്പിച്ചു. ഷാഫി എന്ന ഫാക്ടറിനെ കേരളത്തിൽ ഇല്ലാതാക്കുകയാണ്. ആവശ്യം വരുമ്പോൾ യൂസ് ചെയ്യുക, അത് കഴിയുമ്പോൾ മാറ്റിവെക്കുക. കേരള രാഷ്ട്രീയത്തിൽ ഒരു ബദലായി പോലും ഷാഫി, വലത് രാഷ്ട്രീയത്തിന്റെ ഫേസ് ആയി പോലും വരേണ്ടിയിരുന്ന ഷാഫിയെയാണ് ടീച്ചറിനെ പ്രതിരോധിക്കാനായി ഇങ്ങനെ കൊണ്ടുപോയി എന്നുള്ള ഒരൊറ്റ ക്യാമ്പയിനിങ്ങിൽ നിർത്തുന്നത്. വടകരയിലെ വിജയം ഷാഫിക്ക് ഒരു സ്റ്റേറ്റ് വാല്യൂ നൽകിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിന് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ നഷ്ടവും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഒരു ഗോഡ് ഫാദറായ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നുവെങ്കിൽ ഷാഫി ഇതിനും വലിയ രീതിയിൽ റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടേനെ. ഇപ്പോൾ ഈ ന്യൂസ് കേൾക്കുന്ന ചിലർക്ക് തോന്നാം ഷാഫി റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടല്ലോ എന്ന്. അതെ, ഷാഫി റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടു. ഷാഫിയെ യൂസ് ചെയ്യേണ്ടിടത്തെല്ലാം എന്നിട്ട് കറിവേപ്പില പോലെ എടുത്തു മാറ്റിവെക്കും. ഇനിയും ആള് കൂടേണ്ട അവസരം വരുമ്പോ, ക്യാമ്പയിനിങ്ങിന്റെ അവസരം വരുമ്പോ, 4 പേരുടെ മുമ്പിൽ നിലപാട് പറയേണ്ടി വരുമ്പോ ഷാഫിയെ വലതുപക്ഷം ഉപയോഗിക്കും. അത് കഴിയുമ്പോൾ വീണ്ടും ഷാഫിയെ മാറ്റി നിർത്തും. ഷാഫി പറമ്പിലിന്റെ വിധി വളരെ വ്യത്യസ്തം തന്നെ.